ഞായറാഴ്ചക്കാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. ബെയ്റൂട്ട് സ്ഫോടനത്തിന് ഇരയായവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ. ലെബനോനിലെ ബെയ്റൂട്ട് തുറമുഖ സ്ഫോടനത്തിന് ഇരയായവരുടെ ബന്ധുക്കളുമായി വത്തിക്കാനിലെ സ്വകാര്യ സദസ്സിൽ ഫ്രാൻസിസ് പാപ്പ കൂടിക്കാഴ്ച നടത്തി. ലെബനോനിലെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളോടുള്ള തന്റെ ദുഃഖവും അടുപ്പവും പാപ്പ അറിയിച്ചു. ആ വലിയ സ്ഫോടനത്തിൽ ജീവൻ നഷ്ടമായ എല്ലാവരെയും ഓർക്കുകയാണെന്നും നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നത് തുടരുമെന്നും നിങ്ങളുടെ ദുഃഖം തന്റെ ദുഃഖത്തിലേക്ക് ചേരുകയാണെന്നും പരിശുദ്ധ പിതാവ് പങ്കുവച്ചു. Con voi chiedo verità e giustizia. Con voi faccio memoria di tutti coloro ai quali quella tremenda esplosione ha tolto la vita. ഓഗസ്റ്റ് 27 നടന്ന കൂടിക്കാഴ്ചയ്ക്കിടെ കുടുംബങ്ങൾ പുലർത്തുന്ന വിശ്വാസത്തിന്റെ അന്തസ്സിനെയും പ്രതീക്ഷയെയും പരിശുദ്ധ പിതാവ് പ്രശംസിച്ചു. അവരുടെ ആത്മാവിനെ ലെബനോന്റെ പ്രതീകമായ ദേവദാരുമാരോട് ഉപമിച്ചു. നമ്മുടെ ദൃഷ്ടി ഉയരത്തിലേക്കും സ്വർഗത്തിലേക്കും ദൈവത്തിലേക്കും ഉയർത്താൻ ദേവദാരുക്കൾ നമ്മെ ക്ഷണിക്കുന്നു. അവിടുന്ന് നമ്മുടെ പ്രത്യാശയാണ്, നിരാശപ്പെടുത്താത്ത പ്രത്യാശയാണ്, പാപ്പ പറഞ്ഞു. ലെബനോൻ വൈവിധ്യമാർന്ന സമൂഹങ്ങൾ യോജിച്ച് ജീവിക്കുന്ന, വ്യക്തിഗത നേട്ടങ്ങൾക്ക് മുകളിൽ പൊതുനന്മ സ്ഥാപിക്കുന്ന, വ്യത്യസ്ത മതങ്ങളും ഏറ്റുപറച്ചിലുകളും സാഹോദര്യത്തിന്റെ മനോഭാവത്തിൽ പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു നാടാണെന്നും അത് നിലനിൽക്കേണ്ടതുണ്ടെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. 2020 ഓഗസ്റ്റ് 4 തുറമുഖ നഗരമായ ബെയ്റൂട്ടിൽ അമോണിയം നൈട്രേറ്റിന് തീപിടിച്ചുണ്ടായ വൻ സ്ഫോടനത്തിൽ 220 അധികം പേർ കൊല്ലപ്പെട്ടതിന് പുറമെ 7500 പേർക്ക് പരിക്കേൽക്കുകയും 300ഓളം പേർ ഭവനരഹിതരാവുകയും ചെയ്തിരുന്നു. സ്ഫോടനത്തിന്റെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലെബനീസ് ജനതയ്ക്കിടയിൽ എയ്ഡ് ടു ദി ചർച്ച് ഇൻ നീഡ് ഉൾപ്പെടെയുള്ള കത്തോലിക്ക സന്നദ്ധ സംഘടനകളും സുത്യർഹമായ സഹായം നൽകി വരുന്നുണ്ട്. വിശുദ്ധ മോനിക്ക പുണ്യവതിയുടെ ശവകുടീരത്തിൽ പ്രാർത്ഥനയുമായി ഫ്രാൻസിസ് പാപ്പ. സെന്റ് അഗസ്റ്റിൻ ബസിലിക്കയിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ മോനിക്കയുടെ ശവകുടീരത്തിൽ പ്രാർത്ഥിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഓഗസ്റ്റ് 27 പാപ്പ തികച്ചും അപ്രതീക്ഷിതമായ സന്ദർശനം നടത്തുകയായിരുന്നുവെന്ന് വത്തിക്കാൻ അറിയിച്ചു. വിശുദ്ധ മോനിക്കയുടെ തിരുനാൾ ദിനത്തിലാണ് സന്ദർശനമെന്നത് ശ്രദ്ധേയമാണ്. റോമിലെ ചരിത്ര കേന്ദ്രമായ പിയാസ നോവോനയ്ക്ക് സമീപമാണ് ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത്. മോനിക്ക പുണ്യവതിയുടെ ശവകുടീരമടങ്ങിയ സൈഡ് ചാപ്പലിൽ മാർപ്പാപ്പ അല്പസമയം പ്രാർത്ഥിച്ചു. ഇത് ആദ്യമായല്ല ഫ്രാൻസിസ് മാർപ്പാപ്പ സെന്റ് അഗസ്റ്റിൻ ബസിലിക്കയിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തുന്നത്. 2013 ഓഗസ്റ്റ് 28 വിശുദ്ധ അഗസ്റ്റിന്റെ തിരുനാൾ ദിനത്തിൽ ബസിലിക്കയിൽ കുർബാന അർപ്പിച്ച പാപ്പ 2020 തിരുനാൾ ദിനത്തിൽ വിശുദ്ധ മോനിക്കയുടെ ശവകുടീരം സന്ദർശിച്ചിരുന്നു. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മോനിക്കയെ പട്രീഷ്യസ് എന്ന വിജാതീയനെയാണു മാതാപിതാക്കൾ അവൾക്ക് ഭർത്താവായി നൽകിയത്. വിജാതീയരായ പട്രീഷ്യസും അമ്മയും ക്രിസ്തുവിശ്വാസത്തിലേക്ക് മാനസാന്തരപ്പെടുന്നത് വിശുദ്ധ മോനിക്കായുടെ ജീവിത മാതൃകയും ക്ഷമയും ദയയും തിരിച്ചറിഞ്ഞാണ്. സ്ഥിരതയോടെ പ്രാർത്ഥിക്കുന്നതിന് ഉത്തമ ഉദാഹരണമായ വിശുദ്ധ മോനിക്ക മകനായ അഗസ്റ്റിനോസിന്റെ മാനസാന്തരത്തിനായി 17 വർഷമാണ് കണ്ണീരോടെ പ്രാർത്ഥിച്ചത്. പലതവണ അമ്മയുടെ ആവശ്യം അഗസ്റ്റിൻ നിഷേധിച്ചെങ്കിലും മകനെ സ്നേഹിക്കുന്നതിലും അവനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിലും ആ അമ്മ ഒരിക്കലും വൈമനസ്യം കാണിച്ചിരുന്നില്ല. മകന്റെ മാനസാന്തരത്തിനായി പലപ്പോഴും വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് വിശുദ്ധ മോനിക്ക ഉപവാസം അനുഷ്ഠിച്ചിരുന്നു. ഈ പ്രാർത്ഥനയാണ് അഗസ്റ്റിന്റെ മാനസാന്തരത്തിന് കാരണമായത്. കടലിലും മരുഭൂമിയിലും കർത്താവ് കുടിയേറ്റക്കാരോടൊപ്പമെന്ന് പാപ്പ.
മെച്ചപ്പെട്ട ഒരു ജീവിതം സ്വപ്നം കണ്ട് യുദ്ധങ്ങളിലും ദുരിതങ്ങളിൽ നിന്നും പലായനം ചെയ്യുന്ന കുടിയേറ്റക്കാരുടെ ദുർഘടയാത്രകൾ കടലിലും മരുഭൂമിയിലും അവസാനിക്കുന്ന ദുരന്തത്തിനു മുന്നിൽ നാം നിസ്സംഗത പാലിക്കരുതെന്നും നമ്മൾ വലിച്ചെറിയൽ സംസ്കൃതിയുടെ പിടിയിലകപ്പെടരുതെന്നും പാപ്പ ഓർമ്മിപ്പിക്കുന്നു. യേശുവിലുള്ള ദൃഢമായ വിശ്വാസം നമ്മെ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കുമെന്നും നമ്മുടെ ശക്തിക്കതീതമായ കാര്യങ്ങൾക്ക് മുന്നിൽ ദൈവത്തിൽ സഹായം കണ്ടെത്താനും അതുവഴി നമ്മുടെ പരിമിതികളെ തരണം ചെയ്യാൻ സാധിക്കുമെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. La consueta catechesi e desidero fermarmi con voi a pensare alle persone che anche in questo momento stanno attraversando mari e deserti per raggiungere una terra dove vivere in pace e sicurezza. Mare e deserto, queste due parole ritornano in tante testimonianze che ricevo sia da parte di migranti sia da persone che si impegnano per soccorrerli. E quando dico mare nel contesto delle migrazioni intendo anche oceano, lago, fiume, tutte le masse d'acqua insidiose che tanti fratelli e sorelle in ogni parte del mondo sono costretti ad attraversare per raggiungere la loro meta. ആഗസ്റ്റ് 28 വിശുദ്ധ അഗസ്റ്റിന്റെ തിരുനാൾ ആചരിക്കപ്പെടുന്നത് അനുസ്മരിച്ച പാപ്പ ആ വിശുദ്ധനെ അനുകരിച്ചുകൊണ്ട് യഥാർത്ഥ ജ്ഞാനത്തിനായി ദാഹിക്കുന്നവരായിരിക്കാനും ശാശ്വത സ്നേഹത്തിന്റെ സജീവ ഉറവയായ കർത്താവിനെ അവിരാമം അന്വേഷിക്കാനും അവർക്ക് പ്രചോദനം പകർന്നു. പാപ്പ ഇറ്റാലിയൻ ഭാഷയിൽ നടത്തിയ മുഖ്യപ്രഭാഷണത്തെ തുടർന്ന് അതിന്റെ സംഗ്രഹം അറബി ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ പാരായണം ചെയ്യപ്പെട്ടു. ഇറ്റാലിയൻ ഭാഷക്കാരെ സംബോധന ചെയ്യവേ പാപ്പ വൈദികാർത്ഥികളുടെ ഒരു സംഘത്തെ അഭിവാദ്യം ചെയ്തു. ദൈവവചനത്താലും ജീവന്റെ അപ്പത്താലും പോഷിതരായി പരിശീലനം തുടരാൻ പാപ്പ അവർക്ക് പ്രചോദനം പകർന്നു. സ്ഥൈര്യലേപനം സ്വീകരിച്ച കുട്ടികളുടെ സംഘത്തെ സംബോധന ചെയ്ത പാപ്പ ഞായറാഴ്ച കുർബാനയിൽ വിശ്വസ്തയോടെ പങ്കുചേരുകയും പാപസങ്കീർത്തന കൂദാശയ്ക്കണയുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിച്ചു. സംഘർഷവേദികളായ പലസ്തീനെയും ഇസ്രായേലിനെയും ഉക്രൈനെയും അതുപോലെ തന്നെ മ്യാൻമർ, ഉത്തര കിവു എന്നിവിടങ്ങളെയും യുദ്ധം നടക്കുന്ന ഇതര രാജ്യങ്ങളെയും അനുസ്മരിച്ച പാപ്പ ആ പ്രദേശങ്ങൾക്ക് കർത്താവ് സമാധാനം നൽകുന്നതിനായി പ്രാർത്ഥിക്കാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്തു. തദനന്തരം ലത്തീൻ ഭാഷയിൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന കർത്യപ്രാർത്ഥന ആലപിക്കപ്പെട്ടതിനെ തുടർന്ന് പാപ്പ എല്ലാവർക്കും തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകി. പൊതുദർശന പരിപാടിയുടെ അവസാനം പാപ്പ യുവജനത്തെയും രോഗികളെയും വയോജനത്തെയും നവദമ്പതികളെയും പതിവ് പോലെ അഭിവാദ്യം ചെയ്തു. E la tragedia è che molti, la maggior parte di questi morti, potevano essere salvati. Bisogna dirlo con chiarezza. C'è chi opera sistematicamente e con ogni mezzo per respingere i migranti. സമാധാനത്തിന്റെ സമ്മാനം ദൈവം നൽകട്ടെ എന്ന് മാർപ്പാപ്പ. ലോകത്തിലെ വിവിധയിടങ്ങളിൽ നടമാടുന്ന യുദ്ധത്തിന്റെ ഭീകരതയെ ചൂണ്ടിക്കാട്ടി സമാധാനത്തിനായി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ. ബുധനാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ നടത്തിയ പൊതുകൂടിക്കാഴ്ചയുടെ അവസാനത്തിലാണ് പാപ്പ ഹൃദയവേദനയോടെ പ്രാർത്ഥനകൾ അഭ്യർത്ഥിച്ചത്. യുദ്ധത്തിന്റെ ഭീകരത കൂടുതൽ അനുഭവപ്പെടുന്ന പാലസ്തീൻ, ഇസ്രായേൽ, മ്യാൻമർ, ഉക്രൈൻ, റഷ്യ, കീവ് എന്നീ ദേശങ്ങളെ പാപ്പ പേരെടുത്ത് പരാമർശിച്ചു. പല രാജ്യങ്ങളും യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ദൗർഭാഗ്യകരമായ ഈ അവസ്ഥയിൽ ശത്രുതയും ഏറ്റുമുട്ടലുകളും അവസാനിപ്പിക്കാൻ സർവശക്തനോട് പ്രാർത്ഥിക്കാമെന്നും കർത്താവ് സമാധാനമെന്ന സമ്മാനം നമുക്ക് നൽകട്ടെയെന്നും പാപ്പ ആശംസിച്ചു. തന്റെ കൂടിക്കാഴ്ചയുടെ അവസരങ്ങളിലെല്ലാം ഫ്രാൻസിസ് പാപ്പ ഈ പ്രാർത്ഥനാഭ്യർത്ഥനകൾ നടത്താറുണ്ട്. കഷ്ടപ്പാടുകൾക്കും വേദനകൾക്കുമിടയിൽ കഴിയുന്ന ജനതയെപ്പറ്റിയുള്ള പരിശുദ്ധ പിതാവിന്റെ ഉത്കണ്ഠയും വേദനയുമാണ് ഈ അഭ്യർത്ഥനകൾ തുടർച്ചയായി നടത്തുന്നതിന് കാരണം.
യുവജനങ്ങൾക്ക് ആവശ്യം ദൈവത്തെയാണെന്ന് ഓർമ്മപ്പെടുത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ. 1878 സെന്റ് ജോസഫ് മാരല്ലോ സ്ഥാപിച്ച ഒബ്ലേറ്റ്സ് ഓഫ് സെന്റ് ജോസഫ് സന്യാസ സമൂഹത്തിലെ 18ാമത് പൊതു ചാപ്റ്ററിൽ സംബന്ധിച്ച അംഗങ്ങളുമായി ആഗസ്റ്റ് 26 വത്തിക്കാനിൽ കൂടിക്കാഴ്ച നടത്തി സംസാരിക്കുകയായിരുന്നു ഫ്രാൻസിസ് പാപ്പ. ഇന്നത്തെ സമൂഹത്തിൽ യുവാക്കളുടെ ദൈവാന്വേഷണത്തിന് സന്യാസ സമൂഹം നൽകേണ്ടുന്ന സേവനത്തെക്കുറിച്ച് പാപ്പ പ്രത്യേകം സംസാരിച്ചു. ഇന്ന് യുവജനങ്ങൾക്ക് നമ്മയല്ല ആവശ്യമെന്നും അവർക്ക് ആവശ്യം ദൈവത്തെയാണെന്നും പാപ്പ പറഞ്ഞു. സഭയുടെ സ്ഥാപകന്റെ വിശുദ്ധി അഭംഗുരം കാത്തുസൂക്ഷിക്കാനും സഭയ്ക്കും സമൂഹത്തിനുമായുള്ള ഉത്തരവാദിത്തങ്ങളിൽ പൂർണ്ണ സമർപ്പണത്തോടെ ജീവിക്കാനും സഭയിലെ അംഗങ്ങളോട് പാപ്പ ആഹ്വാനം ചെയ്തു. തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായിരുന്ന വിശുദ്ധ ഔസേപിതാവ് സന്യാസ സഭയ്ക്കും വലിയൊരു മാതൃകയും തുണയുമാണെന്ന് പാപ്പ അനുസ്മരിപ്പിച്ചു. പ്രതീക്ഷകൾക്കെല്ലാം വിപരീതമായി ഉദാരമായ വിശ്വാസത്തോടെ ദൈവപുത്രനെ തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചവനാണ് വിശുദ്ധ യൗസേപ്പ്. ഇതുപോലെ സന്യാസ ജീവിതത്തിൽ സഭയിലെ അംഗങ്ങൾ അനുദിനം യേശുവിനോടൊപ്പം ജീവിക്കണമെന്ന് പാപ്പ പറഞ്ഞു. വിരമിക്കുന്ന വൈദികരുടെ പെൻഷൻ ഇല്ലാതാക്കി നിക്കരാഗ്വൻ സ്വേച്ഛാധിപത്യ ഭരണകൂടം. ഒരു വർഷം മുമ്പ് മരവിപ്പിച്ച വിരമിച്ച കത്തോലിക്ക പുരോഹിതർക്കുള്ള റിട്ടയർമെന്റ് ഫണ്ട് ഇല്ലാതാക്കി നിക്കരാഗ്വൻ സ്വേച്ഛാധിപത്യ ഭരണകൂടം. രാജ്യത്ത് കത്തോലിക്ക സഭയ്ക്കെതിരായ ഉപരോധം കൂടുതൽ രൂക്ഷമാകുന്നതിന്റെ പുതിയ തെളിവാണിത്. ഈ നടപടിയിലൂടെ കത്തോലിക്ക പുരോഹിതന്മാർക്ക് അവർ വർഷം തോറും അടച്ച ഇൻഷുറൻസിന്റെ ആനുകൂല്യങ്ങൾ ഇനിയുണ്ടാകില്ല. നിക്കരാഗ്വൻ പത്രമായ ലാ പ്രെൻസ പറയുന്നതനുസരിച്ച് ആഗസ്റ്റ് 19 ഭരണകൂടം റദ്ദാക്കിയ 1500 NGOകളിൽ ഒന്നാണ് അസോസിയേഷൻ ഫോർ ദി പ്രീസ്റ്റ്ലി ഇൻഷുറൻസ് ഫണ്ട്. 2005 ദേശീയ അസംബ്ലിയിൽ ഈ അസോസിയേഷന്റെ നിയമപരമായ പദവി അംഗീകരിച്ചതാണ്. ഈ ഫണ്ടിൽ നിന്ന് 75 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള വൈദികർക്ക് $300, 65 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള വൈദികർക്ക് $150 പ്രതിമാസ പെൻഷൻ അനുവദിച്ചിട്ടുണ്ട്. ഈ തുകയാണ് ഭരണകൂടം ഇല്ലാതാക്കിയത്. കത്തോലിക്ക സഭയ്ക്കും ഇതര മതസ്ഥർക്കുമെതിരെയുള്ള നിക്കരാഗ്വൻ സ്വേച്ഛാധിപത്യത്തിന്റെ അടിച്ചമർത്തൽ തുടരുകയാണ്. ഏറ്റവും അവസാനമായി 169 NGOകൾ കൂടി ഒർട്ടേഗ ഭരണകൂടം അടച്ചുപൂട്ടി. ചില കത്തോലിക്ക സംഘടനകൾ, വിവിധ ഇവാഞ്ചലിക്കൽ പള്ളികൾ, ഒരു മുസ്ലിം അസോസിയേഷൻ എന്നിവയും പുതിയതായി നിയമപദവി റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നു. 2018 മുതൽ നിക്കരാഗ്വയിലെ ഡാനിയൽ ഒർട്ടേഗയുടെയും റൊസാരിയോ മുറിലോയുടെയും സ്വേച്ഛാധിപത്യത്താൽ അടച്ചുപൂട്ടിയ NGOകളുടെ എണ്ണം ഇതോടെ 5664 ഓഗസ്റ്റ് 29 ഔദ്യോഗിക പത്രമായ ലാ ഗസറ്റയിലൂടെ വെളിപ്പെടുത്തി. സംഘടനകളുടെ സാമ്പത്തിക വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇവയുടെ നിയമപരമായ പദവി എടുത്തുമാറ്റുകയും പൂട്ടിക്കുകയും ചെയ്തത്. എന്നാൽ പല സംഘടനകളുടെയും പ്രവർത്തകർ സാമ്പത്തിക വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാനെത്തിയെങ്കിലും വർഷങ്ങളായി അവ സ്വീകരിക്കാൻ ഭരണകൂടം തയ്യാറായിരുന്നില്ല. ഒടുവിലാണ് ഈ കാരണം ചൂണ്ടിക്കാട്ടി അടച്ചുപൂട്ടൽ നടപടിയിലേക്ക് നീങ്ങിയത്. ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതിയായിരുന്നു എന്നാണ് നിക്കരാഗ്വയിലെ വിശ്വാസികൾ വെളിപ്പെടുത്തുന്നത്. മൊസൈക്കോ പത്രം പറയുന്നതനുസരിച്ച് ഇത്തവണ ആകെ മതപരമായ 92 NGOകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഇതിൽ ലിയോൺ രൂപതയുടെയും മൊറാവിയൻ സഭയുടെയും നേതൃത്വത്തിൽ 1849 മുതൽ പ്രവർത്തിച്ചു വന്നിരുന്ന അസോസിയേഷൻ ഓഫ് ജസ്റ്റിസ് ആൻഡ് പീസ് കമ്മീഷനുകളും ഉൾപ്പെടുന്നു. വത്തിക്കാൻ അംഗീകാരമുള്ള ഭൂഗർഭ സഭയുടെ മെത്രാന് ചൈനീസ് ഭരണകൂടത്തിന്റെ അംഗീകാരം. വത്തിക്കാൻ അംഗീകാരമുള്ള ചൈനയിലെ ഭൂഗർഭ സഭയുടെ മെത്രാന് ചൈനീസ് ഭരണകൂടം അംഗീകാരം നൽകി. ചൈനയിലെ ടിയാൻജിൻ രൂപതയുടെ അധ്യക്ഷനായി സേവനം ചെയ്യുന്ന ബിഷപ്പ് മെൽക്കിയോർ ഷി ഹോങ്ജെന്നിന് സർക്കാർ ഔദ്യോഗിക അംഗീകാരം നൽകിയതിൽ പരിശുദ്ധ സിംഹാസനം സന്തോഷം രേഖപ്പെടുത്തി. ചൈനീസ് ഗവൺമെന്റിന്റെ ഔദ്യോഗിക പിന്തുണയുള്ള സഭയിൽ ചേരാൻ
വിസമ്മതിച്ചതിനെ തുടർന്ന് 94-കാരനായ ഷീ ഒരിക്കൽ വീട്ടുതടങ്കലിൽ കഴിയേണ്ടി വന്നിരുന്നു. രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ചൈനീസ് പാട്രിയോട്ടിക് കാത്തലിക് അസോസിയേഷനും വത്തിക്കാനെ അംഗീകരിക്കുന്ന സർക്കാർ അംഗീകാരമില്ലാത്ത ഭൂഗർഭ സഭയുമായി ദശാബ്ദങ്ങളായി ചൈനീസ് സഭ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ഇരു സഭകളെയും യോജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2018 സെപ്റ്റംബർ 22 ബെയ്ജിംഗിൽ വെച്ചാണ് മെത്രാന്മാരുടെ നിയമനം സംയുക്തമായി അംഗീകരിക്കുന്ന താത്കാലിക കരാർ ഇരുകൂട്ടരും ഒപ്പിട്ടത്. എന്നാൽ കരാറിന് ശേഷവും രഹസ്യസഭയിലെ വിശ്വാസികളും വൈദികരും സർക്കാർ അംഗീകാരമുള്ള സഭയുടെ ഭാഗമാകാൻ നിർബന്ധിതരാകുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് കീഴിൽ ക്രൈസ്തവർ കൊടിയ പീഡനങ്ങളാണ് ഏറ്റുവാങ്ങുന്നത്. നിലവിൽ സർക്കാർ നൽകിയ അംഗീകാരത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് വിശ്വാസികൾ നോക്കിക്കാണുന്നത്. 1954 ജൂലൈ 4 വൈദികനായി അഭിഷിക്തനായ ഷീ 1982 ജൂൺ 15 ടിയാൻജിനിലെ സഹായമെത്രാനായി സ്ഥാനമേറ്റു. 2019 ജൂൺ 8 ടിയാൻജിൻ രൂപതയുടെ ബിഷപ്പായി നിയമിതനായി. 56,000 കത്തോലിക്ക വിശ്വാസികളാണ് രൂപതയിലുള്ളത്. 62 വൈദികരാണ് രൂപതയിൽ സേവനം ചെയ്യുന്നത്. സ്പെയിനിലെ മരിയൻ പ്രത്യക്ഷീകരണത്തിന് വത്തിക്കാന്റെ അംഗീകാരം. സ്പെയിനിൽ മരിയൻ പ്രത്യക്ഷീകരണം നടന്ന വ്യാകുല മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിന് വത്തിക്കാനിലെ വിശ്വാസ തിരുസംഘം ഔദ്യോഗിക അംഗീകാരം നൽകി. സ്പെയിനിലെ ചന്തവലിയിലുള്ള വ്യാകുല മാതാവിന്റെ നാമധേയത്തിലുള്ള ആലയത്തിൽ നിലനിൽക്കുന്ന തീർത്ഥാടനത്തിന് തടസ്സങ്ങളൊന്നുമില്ലെന്ന് സംഘടന ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. വിശ്വാസ തിരുസംഘ ഡിക്കാസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ആണ് ഫ്രാൻസിസ് പാപ്പയുടെ അംഗീകാരത്തോടെ രേഖ പ്രസിദ്ധീകരിച്ചത്. പോർച്ചുഗലുമായി അതിർത്തി പങ്കിടുന്ന ചന്തവില തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നിടത്ത് 1945 2 യുവജനങ്ങൾക്ക് വ്യാകുല മാതാവ് ദർശനം നൽകിയെന്നുള്ളതാണ് ചരിത്രം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന്റെ പല അടയാളങ്ങളും ഇവിടെ പ്രകടമാണെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. അജപാലന ശുശ്രൂഷയ്ക്കും മറ്റ് ആത്മീയ ഭക്തകൃത്യങ്ങൾക്കും ആവശ്യമായവ ചെയ്യുവാൻ രൂപതയുടെ മെത്രാനെ പ്രത്യേകമായ രേഖയിൽ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ദർശനം ലഭിച്ച മർസലിനായും ആഫ്രയും തുടർന്നുള്ള ജീവിതത്തിൽ പാലിച്ച ലാളിത്യവും നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുവഴിയായി പരിശുദ്ധ അമ്മയുടെ സ്നേഹവും ആർദ്രതയും വേദനിക്കുന്നവർക്ക് സമ്മാനിക്കുവാൻ കാണിച്ച ഹൃദയവിശാലതയും ഏറെ പ്രധാനപ്പെട്ടതാണെന്നും രേഖയിൽ വത്തിക്കാൻ വെളിപ്പെടുത്തുന്നു. ഈ സ്ഥലത്ത് സംഭവിക്കുന്ന പരിവർത്തനങ്ങളിലും രോഗശാന്തികളിലും മറ്റ് വിലയേറിയ അടയാളങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളുടെ തെളിവുകളായി വത്തിക്കാൻ നിരീക്ഷിക്കുന്നുണ്ട്. ഏഷ്യ ഓഷ്യാന നാടുകളിലേക്കുള്ള പാപ്പായുടെ സന്ദർശനം വിശദാംശങ്ങൾ പുറത്തുവിട്ട് വത്തിക്കാൻ മാധ്യമ വിഭാഗം. ഫ്രാൻസിസ് പാപ്പ ഇന്തോനേഷ്യ, തിമോർ, സിംഗപ്പൂർ, പാപ്പുവ ന്യൂഗിനിയ എന്നീ നാടുകളിൽ നടത്താൻ പോകുന്ന ഇടയ സന്ദർശനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് നൽകി വത്തിക്കാൻ മാധ്യമ വിഭാഗം. പാപ്പായുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യപരിപാടികൾ പ്രസ് ഓഫീസിന്റെ മേധാവി മത്തയോ ബ്രൂണിയാണ് മാധ്യമപ്രവർത്തകർക്ക് നൽകിയത്. സെപ്റ്റംബർ 2 മുതൽ 13 വരെ പാപ്പ നടത്തുന്നത് 45ാമത്തെ വിദേശ അപ്പസ്തോലിക പര്യടനമാണ്. സെപ്റ്റംബർ 3 മുതൽ 6 വരെ പാപ്പ ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിലായിരിക്കും. ഇന്തോനേഷ്യയിൽ 28 കോടിയോളം വരുന്ന ജനസംഖ്യയുടെ 3.1% മാത്രമാണ് കത്തോലിക്കർ. ഇത് 80 ലക്ഷത്തോളം വരും. 6-ാം തീയതി ഇന്തോനേഷ്യയിൽ നിന്ന് ഓഷ്യാന രാജ്യമായ പാപ്പുവ ന്യൂഗിനിയിലേക്ക് പോകുന്ന തലസ്ഥാനമായ പോർട്ട് മോറഡിയും വാനിമോയും സന്ദർശിക്കും. 9-ാം തീയതി വരെയായിരിക്കും പാപ്പ പാപ്പുവ ന്യൂഗിനിയിൽ ചിലവഴിക്കുക. 9-ാം തീയതി കിഴക്കേ തിമോറിന്റെ തലസ്ഥാനമായ ദില്ലിയിൽ പാപ്പ എത്തും. 11-ാം തീയതി വരെ അവിടെ തങ്ങുന്ന പാപ്പ അന്ന് സിംഗപ്പൂരിലേക്ക് പോകും. 13-ന് തന്റെ സന്ദർശനം പൂർത്തിയാക്കി പാപ്പ വത്തിക്കാനിലേക്ക് മടങ്ങും.
ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വത്തിക്കാനിലെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.